ദാ വരുന്നു. ഹലോ ഹലോ, പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സവാള എടുക്കണ്ടോ? നാളെ തരാം. അരി 2 മുട്ട, തേങ്ങ ഉണ്ടോ കേട്ടോ, ഗ്യാസ് ഉണ്ടാവും കേട്ടോ, പരിപ്പുണ്ടോ കേട്ടോ, കുറച്ച് മതി ചേട്ടാ. പേസ്റ്റ് എടുക്കാനുണ്ട്. അല്ല കേട്ടാ, അല്ലേ ഈ കോളേജിൽ പോണ പിള്ളേരെ മര്യാദ പഠിക്കാനും പറ്റില്ല. കോളേജില്ല. ഞാനാ ചേട്ടാ 10ാം ക്ലാസ്സിൽ പഠിത്തം എത്തിയ ഞാൻ എവിടെ കേട്ടാ കോളേജിൽ പോണത്? നിന്റെ പേരെന്താ? ഹരി. ഞാൻ അതല്ലേ ഞാനും വിചാരിച്ചത്. അപ്പൊ ശരിയാ മക്കളെ. എന്താവശ്യം ഉണ്ടെങ്കിലും ചേട്ടനെ വിളിച്ചാൽ മതി. വേണ്ട കേട്ടോ, വീട്ടിലാരും ഇല്ല. അല്ല ഞാൻ കസേരയുണ്ട്, മേശയുണ്ട്. നമ്മളിങ്ങനെ ആഴ്ചയിൽ പിരിക്കാൻ വരും. നമ്മളെ പയ്യൻ വരും. അപ്പൊ അവന്റെ കാശ് കൊടുത്താൽ മതി. നല്ല സ്കീമാണ് സാറേ, നല്ല സ്കീം സാറേ. നല്ല തേക്കാൻ നല്ല ഇസ്തിരിപ്പെട്ടുണ്ട് സാറേ. ചേട്ടാ ഇപ്പൊ വീട്ടിലാരും ഇല്ല കേട്ടോ. ഇപ്പൊ വീട്ടിലാരില്ല. മോൻ നോക്കിയാൽ മതി. പിന്നെ മോൻ നിൽക്കല്ലേ. അപ്പൊ എന്താ പറയാ, ഇത് മാസം ഇതിന്റെ അടവ് വരെ ഉള്ളൂ. വലിയ കാശൊന്നും ആവൂല. മാസം അതെ, നല്ല മെത്തയുണ്ട്. പിന്നെ കസേരയുണ്ട്, മേശയുണ്ട്. മാസം അടവ് വരുള്ളൂ. വേറെ കുഴപ്പമൊന്നും. മോളത്തെ വീട്ടില മോളത്തെ ചേച്ചിതാ ഇപ്പൊ 2 കസേര മേടിച്ചത്. ചേട്ടാ പോയിട്ട് പിന്നെ ഒരു സമയം കേട്ടോ, ഇപ്പൊ ആരും ഇല്ല കേട്ടോ. ഇല്ല മോൻ മതി പോലെ. മോൻ മേടിച്ചു വെച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞു ഇപ്പൊ കാശൊന്നും തരണ്ട, അടുത്ത ആഴ്ച വരുമ്പോ 50 രൂപ വെച്ച് കൊടുത്താൽ മതി. ഒരു കസേരയ്ക്ക് വന്നിട്ട് നല്ല കസേരയാണ്. ഇരുന്ന ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് എത്ര കൊല്ലം വേണം ഗ്യാരണ്ടി ഉണ്ട്. മിക്സിയാണ്, തേങ്ങ, മാങ്ങ, പച്ചക്കറി, മുരിങ്ങക്ക എല്ലാ അരിയാണ്. നല്ല മിക്സിയാണ്. അതുപോലെ തന്നെ വെച്ചേക്കാം ഇവിടെ. അടുത്ത ആഴ്ച നമ്മള് വരും കേട്ടാ. നമ്മള് വരുമ്പോ അതിന്റെ നല്ല ചെയറാണ്. അപ്പൊ ശരി, നമ്മടുത്ത് പറഞ്ഞ അടുത്ത ആഴ്ച നമ്മള് പയ്യൻ വരും. ഗുഡ് മോർണിംഗ്. ബ്രിട്ടനിക്കയുടെ എൻസൈക്ലോപീഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോഴി മുട്ടയിടുന്നത് എന്തുകൊണ്ട്? ആകാശത്തിൽ നീല നിറം എന്തുകൊണ്ട്? അങ്ങനെ എന്തുകൊണ്ടെന്നുള്ള 100 ചോദ്യങ്ങൾക്ക് 1000 ഉത്തരങ്ങളായിട്ടാണ് ഞങ്ങൾ എനിക്ക് തരുന്നത്. ആൽബർട്ടൻസിയുടെ വല്യമ്മയുടെ മൂത്ത മകന്റെ പേരെന്താണ്? ഡിനോസർ ജീവിച്ചിരുന്നത് എപ്പോൾ? ഡിനോസർ കഴിച്ചിരുന്നത് എന്ത്? ഇതിന്റെ കമ്പനി വിലയെന്ന് പറയുന്നത് 2000 രൂപയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ എന്താണ് ഓഫർ? ഇന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ഓഫർ ഉണ്ട്. ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ ഈ ബുക്ക് താങ്കൾക്ക് വെറും 1500 രൂപ കിട്ടും. ഫ്രീ ആയിട്ട് തരുന്നു സാർ. അമ്മ വിശക്കണം. അമ്മ മോളെ നോക്കമ്മ. അമ്മ മോളെ നോക്കമ്മ. അമ്മ മോളെ നോക്കമ്മ. വിശക്കണമ്മ. ഇവിടെ ഒന്നുമില്ല. അല്ല താമ്മ. ഇവിടെ ഒന്നുമില്ല. അമ്മ പൈസ താമ്മ. പൈസ ഒന്നുമില്ല. മോളെ പറ മോളെ പറ മോളെ. ഇവിടെ ഒന്നുമില്ല. വിശക്കണം. ഇല്ല, ഒരു 2000 ചില്ലറ എടുക്കണം. മകനെ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ്. സ്തുതി കൊടുക്കുക മകനെ. കർത്താവ് അവിടുന്ന് അങ്ങയുടെ കരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് മേലെ പാലിക്കുന്നു മകനെ. ഹല്ലേലൂയ. നമുക്കൊരു നിശബ്ദ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ സുഹൃത്തായ നമ്മുടെ ബ്രദർ സച്ചിൻ അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനു വേണ്ടി ഈ നാട്ടിൽ അറിയാലോ, നമ്മളെ ഇപ്പോഴത്തെ പഞ്ചായത്തിലെ ഇലക്ഷൻ നിൽക്കുന്ന സാറാണ്. കാരണം അറിയായിരിക്കും, രാകേഷ് സാറ് നമ്മളെ കൃഷ്ണൻകുട്ടി സാറിന്റെ മാമന്റെ വലിയച്ഛന്റെ ചെറുമാൻ. അതിനാണ് ചക്കയ്ക്ക് വോട്ട് ചെയ്തിട്ട് എന്തായി?
പഞ്ചായത്ത് അക്കൂസ് വന്നാ ഈ പ്രാവശ്യം ആപ്പിന് വോട്ട് ചെയ്യും. ആപ്പിന് ആപ്പിൽ കുത്ത്. കാറിന്റെ ആപ്പ് നല്ല ആപ്പിൽ കുത്തിയ പഞ്ചായത്ത് അക്കൂസ് ഞാൻ റെഡിയാക്കും. അല്ല കാറിന്റെ ആപ്പിൽ അപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾ എല്ലാവരുടെയും വോട്ട് ആപ്പിന്. പിരിവുകാരോ സാറേ ആ വാ വാ. നമ്മ റെസിഡൻസിന്റെ ക്രിസ്മസ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് സാറേ. അടുത്ത ആഴ്ച നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് വൈകുന്നേരം കടയിലോട്ട് വാ. കടയില് വൈകിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇത് ഇവിടെ 100-ന്റെ 100 സാറിനാ 100-ന്റെ സാറിനാണ് ബന്ധപ്പെട്ട് 5000 എഴുതി കൊടുക്കും. 5000 രൂപ. 5000 ഉള്ളൂ. പൈസ ഇപ്പൊ തന്നാ പിന്നെ തന്നാ മതി. അപ്പൊ ഓക്കെ, നമ്മൾ വൈകിട്ട് കടയിൽ പോയി പൈസ ഇതിന്റെ പൈസ മക്കളെ എല്ലാവരും വിളിച്ചോണ്ട് എല്ലാവരും വിളിച്ചോണ്ട് തന്ത എന്നെ തന്ത വിളിച്ചോണ്ടോ LIC തട്ടിപ്പ്. കടലുകുളത്ത് LIC വേണ്ടി വന്ന ഒരാൾ വീട്ടിൽ കയറി 400 പവന് 20 ലക്ഷം പോയി. അത് പറഞ്ഞ LIC മാസം 20,000 രൂപ വെച്ചിട്ട് 2 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ സാറെ 20 ലക്ഷം അറിയില്ലേ. 20,000 രൂപ ചെലവ്. സാറിനെ സംബന്ധിച്ചൊന്നും അല്ല. സാറിന്റെ സ്കീം ഞാൻ പറഞ്ഞത്. സാറിന്റെ സ്കീം 50 ലക്ഷത്തിന് സ്കീമുണ്ട്. മാസം 50,000 വെച്ച് 7 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ ഇതിനെ സംഭവം വേറെ ആർക്കില്ല. ഇതിന്റെ ഇടയ്ക്ക് സാർക്ക് ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 30 ലക്ഷം കഴിഞ്ഞു. അഥവാ സാറ് തട്ടിപ്പോവുകയാണെങ്കിൽ വീട്ടുകാർക്കാണ് പോകുന്നത്. 50 ലക്ഷം കഴിഞ്ഞു.